അപ്പം നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് നോക്കിയാലോ? ഇതിപ്പോൾ ഞാൻ പെരുന്നാളിന് വിരുന്ന് പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എന്നും ഞാനിത്ര നേരത്തെയൊന്നും നീക്കലൊന്നുമില്ല. പക്ഷേ സ്ഥലം മാറി കിടന്നിട്ടാ തോന്നുന്നുണ്ട് ഉറക്കം തന്നെ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ നീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജനലൊക്കെ തുറന്ന് പുറത്ത് നോക്കിയപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു. ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ തന്നെ ഇങ്ങനെ നിന്നു. എന്നിട്ട് ഞാൻ പിന്നെയും കിടന്നുറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞ് നീച്ചിട്ട് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഇവിടെ അടുത്തൊരു പുഴ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. ഇവിടെ അടുത്ത് തന്നെയാണ്, കുറച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ. പക്ഷെ നല്ല കൊതുകടി ഉണ്ടായിരുന്നു. അങ്ങനെ കൊതുകടിയൊക്കെ കൊണ്ട് അവസാനം നമ്മൾ അവിടെ എത്തി. കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ പോന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അടുത്ത് തന്നെ നമ്മൾക്ക് തോട്ടമുണ്ട്. അവിടെ സപ്പോട്ട മരമുണ്ട്. അതിന്മേൽ കുറേ സപ്പോട്ടയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്തു. പിന്നെ കുറച്ച് നേരം എല്ലാവരും കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങളായിരുന്നു. അങ്ങനെ നമ്മൾ പ്ലാൻ ഇട്ടിരുന്നു വൈകുന്നേരം നമുക്ക് പുറത്ത് പോകാമെന്നുള്ളത്. അങ്ങനെ പോകണം പോകണ്ട എന്നുള്ള പ്ലാനിങ്ങിൻ്റെ അവസാനം നമ്മൾ പോകാൻ തീരുമാനിച്ചു. പക്ഷെ അപ്പോഴത്തേനും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 6 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. നമ്മൾ നാടുകാണിയാണ് പോയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ചുരം കയറിങ്ങാണ്ടൊന്ന് പോരുക എന്നുള്ളതായിരുന്നു തീരുമാനം. ചുരത്തിൽ പോയാൽ പിന്നെ KSRTCൻ്റെ ഒരു സീൻ നമുക്ക് നിർബന്ധമാണല്ലോ. അങ്ങനെ അവിടെ പോയപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാരണം സൺഡേ ആയിരുന്നു. പിന്നെ പെരുന്നാളിൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട് തോന്നുന്നുണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. കാരണം ഫുള്ളും നമുക്ക് കയറാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. വണ്ടി നീങ്ങണ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വേഗം തിരിച്ചു പോന്നു. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഓരെ വീട്ടിലാക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലെത്തിയത്.